മോഹൻലാലിന് രണ്ട് റിലീസുകൾ, മമ്മൂട്ടിക്ക് ഒരു റിലീസും ഇല്ല. അങ്ങനെ ഒരു ക്രിസ്മസ് സീസൺ ഉണ്ടായിരുന്നു. ആ ഒരു ക്രിസ്മസ് സീസൺ 1992. ആ ക്രിസ്മസ് സീസണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊണ്ണൂറ്റിരണ്ട് വർഷത്തെ ആ ഒരു ഡിസംബർ മാസം മോഹൻലാലിന്റെ തിയേറ്ററിൽ രണ്ട് സിനിമകൾ ശരിക്കും ഒരു വിരുന്ന് തന്നെയായിരുന്നു മോഹൻലാൽ ആരാധകർക്കും മലയാളി പ്രേക്ഷകർക്കും. അതിലൊന്ന് ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ സിദ്ദിഖ് ലാലിന്റെ വിയറ്റ്നാം കോളനി. നമുക്കറിയാം അതിന് മുമ്പ് സിദ്ദിഖ് ലാൽ ഗോഡ് ഫാദർ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ മോഹൻലാലിനെ ഇവർക്ക് എന്നും നായകനാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും സിദ്ദിഖ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആദ്യ സിനിമ മോഹൻലാലിനെയും ശ്രീനിവാസനെയൊക്കെ ആലോചിച്ചതാണ്. പിന്നീട് ഫാസിൽ, അവരുടെ ഗുരു ഫാസിലാണ് പറഞ്ഞത്, വേണ്ട മോഹൻലാലൊന്നും വേണ്ട, ഒരു പുതുമുഖങ്ങൾ അല്ലെങ്കിൽ ആ കുറച്ചുകൂടി താഴെ താരമൂല്യമുള്ള നടന്മാര് മതി, എന്നാലേ നിങ്ങൾക്ക് പടം വിജയിച്ച ക്രെഡിറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവര് മുകേഷിനെയും സായികുമാറിനെയൊക്കെ അഭിനയിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗോഡ് ഫാദർ വന്നപ്പോഴും എല്ലാവരുടെയും ചിന്ത ആദ്യം മോഹൻലാൽ തന്നെയായിരിക്കും. പിന്നെ മുകേഷ് അഭിനയിച്ചു. ഗോഡ് ഫാദർ വലിയൊരു ഹിറ്റായി മാറി. അത് കഴിഞ്ഞാണ് വിയറ്റ്നാം കോളനിയിലേക്ക് എത്തുന്നത്. അപ്പൊ വിയറ്റ്നാം കോളനി അതുവരെയുള്ള ഇവരുടെ വലിയൊരു ബഡ്ജറ്റ് ഉണ്ട്. നമുക്കന്ന് കാണുമ്പോൾ അറിയാം, ആ കോളനി തന്നെ മുഴുവനും ഇവർ സെറ്റ് ഇട്ടിരിക്കുകയാണ്. അത്രയും ബഡ്ജറ്റിലാണ് അവർ സിനിമ ചെയ്തത്. പക്ഷെ ആ സിനിമയെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, അതിഗംഭീര സിനിമയാണ്. മോഹൻലാലിനോടൊപ്പം തന്നെ ഇന്നസെന്റ് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാട്ടുകളായാലും ഒക്കെ ഒന്നും അഥവാ എല്ലാം കൊണ്ടും മികച്ച ഒരു സിനിമ തന്നെയാണ് വിയറ്റ്നാം കോളനി. പിന്നെ മറ്റൊരു സിനിമ തമ്പിങ്കണ്ണം താനം, മോഹൻലാൽ കൂട്ടുകെട്ട്, ഹിറ്റ് കൂട്ടുകെട്ട്, രാജാവിന്റെ മകനും, വലിയോഴ കാഴ്ചകളും, ഭൂമിയിലെ രാജാക്കന്മാരും ഒക്കെ ചെയ്തിട്ടുള്ള കൂട്ടുകെട്ട്. അവരുടെ നാടോടി നല്ല രസമുള്ള സിനിമയാണ്. ടി ആർ റസാക്കിന്റെ സ്ക്രിപ്റ്റ് ആണ്. അതിൽ പാട്ടുകൾ നല്ല രസമുണ്ട്. ജുംബ ജുംബ എന്ന പാട്ടൊക്കെ ഇപ്പോഴും നല്ല രസമാണ്. രസമായിട്ട് എടുത്തിട്ടുള്ള ഒരു പാട്ടാണ്. എസ് പി വെങ്കടേഷിന്റെ സോങ്സ് ആണ്. സുരേഷ് ഗോപി, ബാബു ആന്റണി. സുരേഷ് ഗോപി അന്ന് നായകനൊക്കെ ആവുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ നായകനായിട്ട് ഒരു സ്റ്റാർ ആവുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ്. നായകനായിട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലും ക്യാരക്ടർ റോളുകളും വില്ലൻ റോളുകളും ഒക്കെ, അനിയൻ വേഷം ഒക്കെ ചെയ്യുന്ന സമയമാണ്. സുരേഷ് ഗോപിയുടെ നല്ല റോളാണ്. ബാബു ആന്റണി ഇന്ന് പലപ്പോഴും ചില ട്രോള്, ബാബു ആന്റണിയുടെ ആ ഒരു ചിരി ഉണ്ടല്ലോ, ആ ഒരു ചിരി ശരിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോളുകൾ എന്ന് കാണിക്കുന്നത്. അതിൽ സുരേഷ് ഗോപിനെ വിഷം കൊടുത്ത് കൊല്ലണതിന് മുമ്പ്, സുരേഷ് ഗോപി മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ചതി ചതി എന്ന് പറയുമ്പോൾ ബാബുവിനെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയൊക്കെ അത് ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്. പിന്നെ എൻ പിള്ള, അദ്ദേഹം ആകെ വളരെ കുറച്ച്, എനിക്ക് രണ്ട് സിനിമയില്ല അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. അത് ആകെ രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ, ഗോഡ് ഫാദറും ഈ പറയുന്ന നാടോടിയും. മോഹിനി നായികയായിട്ടുള്ളത്, മോഹൻലാൽ ഡബിൾ റോള്. നല്ല രസമുള്ള സിനിമയാണ്. എനിക്ക് പറയുന്ന രണ്ട് സിനിമകളും അന്ന് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിൽ ഇപ്പോഴും ഓർമ്മ വിയറ്റ്നാം കോളനി തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലും നാടോടി ജോസ് തിയേറ്ററിലുമാണ്. വിയറ്റ്നാം കോളനി ആദ്യം പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അന്ന് വിയറ്റ്നാം കോളനിക്ക് ടിക്കറ്റ് കിട്ടാതെ കണ്ട സിനിമയാണ് നാടോടി. പിന്നീട് വീണ്ടും ഇതുപോലെ തന്നെ വിയറ്റ്നാം കോളനി കാണാൻ വേണ്ടി പോയി. വിയറ്റ്നാം കോളനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അന്നൊരു കണ്ട ഒരു സിനിമയുണ്ട്. അത് പക്ഷെ ക്രിസ്മസിന് ഇറങ്ങിയ സിനിമയല്ല, കുറെ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ്. പക്ഷെ ഓൾറെഡി സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ അന്ന് രാഗം തിയേറ്ററിൽ നൂൺ ഷോ ഉണ്ട്. അതാണ് കുടുംബസമേതം, ജയരാജ് ഡയറക്ട് ചെയ്ത, കലു ഡെനിസിന് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ, മനോജ് കെ ജയനും മധുവും മോണീഷയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. ആ സിനിമ അന്നവിടെ തിയേറ്ററിൽ ക്രിസ്മസ് നൂൺ ഷോ കണ്ടില്ല. അത് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ആ സിനിമ ഇറങ്ങിയിട്ട്. അപ്പൊ എന്തായാലും മോഹൻലാലിന് രണ്ട് ഹിറ്റ് കിട്ടി. അതിൽ വിയറ്റ്നാം കോളനി വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. പിന്നെ ഒരു സിനിമ അരവിന്ദ് സ്വാമി നായകനായ ഒരു സിനിമയാണ്. സുരേഷ് ഗോപിയും നല്ലൊരു വേഷമുണ്ട്. ഡാഡി, സംഗീത് ശിവൻ, യോധയൊക്കെ ചെയ്തിട്ടുള്ള സംഗീത് ശിവൻ. ആ വർഷം തന്നെയാണ് യോധ റിലീസാവുന്നത്. യോധ കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയായിരുന്നു ഡാഡി. ഞാൻ ആ സിനിമ കാസറ്റാണ് കണ്ടിരിക്കുന്നത്. ഈ പറയുന്ന തൃശ്ശൂർ രാഗം തിയേറ്ററിൽ, അന്ന് ഈ ക്രിസ്മസ് സീസണിൽ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് അന്ന് ഡാഡി റിലീസായത്. BR വിജയലക്ഷ്മി, അവര് സിനിമാറ്റോഗ്രാഫറാണ്. അവര് ഡയറക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ എഴുതിയ ഒരേ ഒരു സിനിമയുള്ളൂ. അതിൽ ആ ഒരു സിനിമയാണ് ഡാഡി. സന്തോഷ് ശിവന്റെ ക്യാമറ വർക്കാണ്. സന്തോഷ് ശിവന്റെ ക്യാമറ വർക്ക് നമുക്കറിയാം, അതൊരു സന്തോഷ് ശിവൻ ടച്ച് ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അത്തരത്തിലുള്ളൊരു സിനിമ തന്നെയായിരുന്നു ഡാഡി എന്ന സിനിമ. പക്ഷെ അത് സിനിമ തിയേറ്ററിലൊന്നും വിജയിച്ചില്ല. ഒരു സീരിയസ് മൂഡ് എന്ന് പറയാം. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു ട്രാജഡി. എനിക്കൊരു സുരേഷ് ഗോപി അതിൽ കുറെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. സുരേഷ് ഗോപി അതിൽ ജയിലിൽ ചാടി സുരേഷ് ഗോപിയുടെ മകനെ തേടി, ആ മകനും ഗൗതമിയും ഒരുമിച്ചാണ്. ആ മകനെ പിന്നീട് അരവിന്ദ് സ്വാമി ദത്തെടുക്കുന്ന പോലെ അരവിന്ദ് സ്വാമിയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ആ കുട്ടിയുടെ ശരിക്കുള്ള അച്ഛൻ തേടി വരുന്നതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ കഥ. ഭയങ്കര സീരിയസ് മൂഡിലുള്ള ഒരു കഥയായതുകൊണ്ടായിരിക്കാം ആ സിനിമ അന്ന് വിചാരിച്ച പോലെ തിയേറ്ററിലേറ്റില്ല. പിന്നെയുള്ളൊരു സിനിമ അന്നത്തെ ചെറുകിട ബഡ്ജറ്റിൽ വന്നിരുന്ന ഹിറ്റ് സിനിമകളുടെ ഒരു ഫോർമുലയുള്ള ഒരു സിനിമ, കൺഗ്രാജുലേഷൻസ് മിസ് അനിത മേനോൻ.
തുളസിദാസ് ഡയറക്ട് ചെയ്തിട്ടാണ്, കല്ലു ഡെന്നിസ് ചെയ്തിരിക്കുന്നത്. സിദ്ദിഖാണ് അതിലെ നായകൻ. പിന്നെ സൈനുദ്ദീനും ഉണ്ട്. സായ് കുമാർ നല്ലൊരു വേഷത്തിലുണ്ട്. പക്ഷെ ആ സിനിമ മറ്റ് ഈ ജഗദീഷ് അല്ല സിദ്ദിഖ് ആ ഒരു കോമ്പൗണ്ട് വരുന്ന സിനിമകളുണ്ടോ, അത്തരത്തിൽ ഒരു വിജയിച്ച ഒരു സിനിമയല്ല. ഞാൻ ആ സിനിമ കാസറ്റാണ് കണ്ടിരിക്കുന്നത്. ഒരു ആവറേജ് പോയൊരു സിനിമയാണ്. തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് ആ സിനിമ റിലീസായത്. പക്ഷെ നല്ലൊരു ത്രെഡാണ് ശരിക്കും ആ ഒരു സിനിമ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്, സായ്കുമാർ ഒരു ബിസിനസ്മാൻ ആണ്. സായ്കുമാറിന്റെ ഭാര്യയുടെ ക്യാരക്ടറിനോട് ഒരു സംശയം തോന്നും. എന്നിട്ട് ഭാര്യയുടെ മൂവ്മെന്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് തൊഴിൽരഹിതനായി നടക്കുന്ന സിദ്ദിഖിനെ ഏർപ്പാടാക്കുന്നതും, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒന്നുമല്ല, സിദ്ദിഖിനെ ഏർപ്പാടാക്കുന്നു ഭാര്യയുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സിദ്ദിഖ് ഒരു കഥയൊക്കെ അടിച്ചിറക്കി ഒരു കഥ പോലെ പറയുന്നതും അവർക്കൊരു കാമുകനുണ്ടെന്ന് പറയുന്നതും, അങ്ങനത്തെ ഒരു പക്ഷെ സിദ്ദിഖിനെ അറിയില്ല അത് ഈ പറയുന്ന തനിക്ക് ജോലി തന്ന ആ മുതലാളിയുടെ ഭാര്യ തന്നെയാണ്. ഭാര്യയുടെ മൂവ്മെന്റ്സ് അറിയാനാണ് എന്നുള്ളത് സിദ്ദിഖിന് അറിയില്ല. അങ്ങനെ പോകുന്ന ഒരു കഥ, രസമുള്ള ഒരു കഥയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ വീണ്ടും കുറച്ച് സീരിയസ് മൂഡിലേക്കൊക്കെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം ആ സിനിമ ഒന്നും മറ്റു സിനിമകളൊന്നും പോലെ, ഈ കുണുക്കിട്ടൊക്കെ പൊഴിയൊക്കെ പോലത്തെ സിനിമകളൊന്നും പോലെ അങ്ങനെ ഒരു ലൈറ്റ് സബ്ജക്ട് അല്ലാത്തതുകൊണ്ടായിരിക്കും അതങ്ങനെ സൂപ്പർ ഹിറ്റായി പോവാതിരുന്നത്. അപ്പൊ ഇത്രയും മലയാളം സിനിമകളാണ് ആ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് അന്ന് തിയേറ്ററിലെത്തിയത്. മോഹൻലാലിന് 2 സിനിമകളും ഹിറ്റ് അടിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിയറ്റ്നാം കോളനി ഭയങ്കര സൂപ്പർ ഹിറ്റായി. പിന്നെ അന്ന് മറ്റേ തമിഴ് ഹിന്ദി സിനിമകളൊന്നും എനിക്ക് സത്യത്തിൽ അങ്ങനെ ഓർമ്മയില്ല അന്ന് ആ സമയത്ത് ഏതെങ്കിലുമൊക്കെ തിയേറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഡിസംബർ മാസം ഒരു തമിഴ് സിനിമ അന്ന് തിയേറ്റർ ഇറങ്ങിയിരുന്നു. ഒരു പുതിയ നടനല്ല, 3-4 സിനിമകൾ അഭിനയിച്ച ഒരു നടനാണ്. PC ശ്രീരാം എന്ന ക്യാമറാമാൻ, അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. മീര, വിക്രമാണ് നായകൻ, ഐശ്വര്യാണ് നായിക. ഇളയരാജയുടെ സോങ്സ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളൊന്നാണ്. അതില് യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, പുതു റോട്ടിലെ എന്ന് പറഞ്ഞ ഒരു സോങ് ഉണ്ട്. ഞാൻ കറക്റ്റ് വാക്ക് ഓർക്കുന്നില്ല. എനിക്ക് ഇപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഓ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു പാട്ട്, നല്ല രസമുള്ള സിനിമയായിരുന്നു, നല്ല രസമുള്ള പാട്ടുകളായിരുന്നു. പക്ഷെ ആ സിനിമ അന്ന് അവിടെ പരാജയമായിരുന്നു. അത് കേരളത്തിലും റിലീസ് ആയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അതിന്റെ പോസ്റ്റർ കണ്ടതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. അത് പക്ഷെ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇവിടെ റിലീസ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ജനുവരി മാസമായിരിക്കാം. എന്തായാലും ആ ഒരു സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ വെറുതെ ഒന്ന് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണത് മീര. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിക്രമന് ഇവിടെ ധ്രുവം സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം ധ്രുവം 93 ഫെബ്രുവരിയിലോ എന്താണ് ധ്രുവം റിലീസായത്. ധ്രുവത്തിന്റെ ഷൂട്ടിന് തിരുവനന്തപുരത്ത് വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ട്, അന്ന് മീര ഓൾറെഡി ഇറങ്ങി. അന്ന് ധ്രുവം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അന്ന് മമ്മൂട്ടിക്ക് പങ്കജ് ഹോട്ടലിലേക്കാണ് താമസം. എനിക്ക് അവിടെ ഒരു ചെറിയ ലോഡ്ജിലാണ് താമസം. അപ്പൊ ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു തള്ളുവണ്ടിക്കാരൻ എന്നെ തിരിച്ചറിഞ്ഞു. പൊതുവെ ആരും എന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല, കാരണം മലയാള സിനിമ അഭിനയിച്ചിട്ടില്ല, തമിഴിൽ അഭിനയിച്ച സിനിമ ഒന്നും വിജയിച്ചിട്ടില്ല. അപ്പൊ ഒരു തള്ളുവണ്ടിക്കാരൻ എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, അതിൽ മീര എന്ന സിനിമയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അത് കണ്ടു, എന്നെ തിരിച്ചറിഞ്ഞ് എന്നോട് സംസാരിച്ചു എന്നൊക്കെ വിക്രം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയും അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഇതിലെ പാട്ടുകളൊക്കെ അന്ന് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. ഞാൻ ആ സിനിമ, മീര എന്നുള്ള സിനിമ, പിന്നീട് ഒരിക്കൽ കാസറ്റ് എടുത്തിട്ട് അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ മെമ്മറീസ്. ഞാൻ നേരത്തെ പറഞ്ഞ വിയറ്റ്നാം കോളനിയും നാടോടിയും തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കുടുംബസമേതം ഓൾറെഡി അത് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതും അവിടെ തിയേറ്ററിൽ ആ സമയത്ത് നൂൺ ഷോ ഉണ്ടായിരുന്നു, അതും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്. മറ്റു സിനിമകളൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല, കാസറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഓർമ്മകൾ ഷെയർ ചെയ്യും.